യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക നിർണായക ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാൻ സംഘം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ചർച്ച നടത്തി. ഇരുപക്ഷവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് പ്രതിസന്ധിയാണെങ്കിലും സമഗ്ര വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. ഉപരോധ വേളകളിൽ പിടിച്ചുവെച്ച സ്വത്തുക്കൾ ഇറാന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് ഏകദേശം $6 ബില്യൺ ആസ്തി വരും. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകരാജ്യങ്ങളാകെ ഈ ചർച്ചയെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അതിലുമുപരി ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഈ ചർച്ച പോസിറ്റീവായാൽ മാത്രമാകും ഒരു പക്ഷേ പഴയതുപോലെ കാര്യങ്ങൾ നടക്കുക. അതല്ല, ഈ ചർച്ച ഏതെങ്കിലും തരത്തിൽ ഉരസിപ്പിരിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന വിപത്ത് അത് ചെറുതായിരിക്കില്ല എന്നുള്ള ബോധ്യവും നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ 15 ദിവസത്തെ വെടിനിർത്തൽ ആദ്യഘട്ടത്തിൽ അത് സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നുള്ള രീതിയിലേക്ക് മാറുക. അതോടൊപ്പം തന്നെ ഇറാൻ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു അവരുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ അത് കൈമാറണം എന്നുള്ളത്. അത് അമേരിക്ക തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളത് വരുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് ഇതിനെ കൊണ്ടുപോകുമെന്നുള്ള സൂചനകൾ കൂടിയാണ് നൽകുന്നത്. ചർച്ചയുടെ തുടക്കം എന്താകും? അതോടൊപ്പം തന്നെ ഈ ലെബനാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എന്തെങ്കിലും തരത്തിൽ അയവുണ്ടോ? അതെല്ലാം പഴയതുപോലെ തന്നെയാണോ കാര്യങ്ങൾ ഇപ്പോഴും? മഹേഷ്, യുദ്ധത്തിനും അതോടൊപ്പം തന്നെ സമാധാനത്തിനും ഇടയിലുള്ള ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു പാലത്തിലൂടെയാണ് ഇപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ശുഭപ്രതീക്ഷയോ അതല്ലെങ്കിൽ പ്രതിലോമപരമായിട്ടുള്ള നെഗറ്റീവ് സന്ദേശമോ കൈമാറാവുന്ന ഒരു ഘട്ടത്തിലല്ല തങ്ങളെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പോലും വ്യക്തമാക്കുന്നത്. ഈ ചർച്ചയുടെ ആദ്യഘട്ടം എന്നതിലൊക്കെയാണ് ഇറാൻ സംഘവുമായിട്ട് പ്രധാനമായിട്ടും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ട് ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ 2 മുന്നുപാധികളാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമെന്നത് ലെബനാനിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ്. അത് തങ്ങൾ തമ്മിലുള്ള അമേരിക്കയും ഇറാനുമായിട്ടുള്ള കരാറിന്റെ അഭേദ്യമായിട്ടുള്ള ഭാഗമാണ്. അക്കാര്യത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനം വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്, നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഉപരോധ വേളയിൽ പിടിച്ചെടുത്ത തങ്ങളുടെ സ്വത്തുവകകൾ എത്രയും പെട്ടെന്ന് കൈമാറണം എന്ന ഒരു ഉപാധി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 ഉപാധികളിൽ ഏത് തീരുമാനം അമേരിക്ക നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും മറ്റ് ചർച്ചയുടെയിലേക്ക് മറ്റ് കാര്യങ്ങൾ നീങ്ങുക. തങ്ങളുടെ പങ്കാളിത്തവും തങ്ങളുടെ ഇടപെടലും അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്ന് ഇറാൻ നേതൃത്വം അറിയിച്ചു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ കൂടി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതോടൊപ്പം തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിലുള്ള ചർച്ചയാണ്. ആ ചർച്ച ഇറാൻ മുന്നോട്ട് വെച്ച ഈ ഉപാധികളാണ് ഈ ചർച്ചയിലൂടെ ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ സംഘത്തെ അറിയിക്കുന്നത്. ഇനി അമേരിക്കൻ സംഘത്തിന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നാൽ ആ പ്രതികരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇറാന് കൈമാറും. ഇതാണ് ഇപ്പോൾ ചർച്ചയുടെ ഒരു സ്വഭാവം തീരുമാനിച്ചിരിക്കുന്നത്. 2 കൂട്ടരും അംഗീകരിക്കുകയാണെങ്കിൽ നേരിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ നേരിട്ടുള്ള ചർച്ചയിലേക്ക് എത്ര കണ്ട് എത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. എന്തായാലും ഈ സ്വത്തുക്കൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് വാർത്താ ഏജൻസികളൊക്കെ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ വൈറ്റ് ഹൗസ് അതിപ്പോൾ നിഷേധിക്കുകയാണ്. വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്ന അത്തരമൊരു തീരുമാനം തങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. ആ ഉപാധികൾ തങ്ങളുടെ പരിഗണനയിലുണ്ട് എന്ന ഒരു തീർപ്പ് മാത്രമാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്നും വരുന്നത്. അപ്പോൾ ശുഭസൂചന തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിരാകരിക്കാനാവില്ല. അതേസമയം തന്നെ വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കാരണം 15 ഉപാധികളായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചത്, 10 ഉപാധികൾ ഇറാനും മുന്നോട്ട് വെച്ചു. അത് രണ്ടും തമ്മിൽ ഒത്തുപോകാവുന്ന ഏരിയകൾ എന്നത് വളരെ വളരെ ചുരുങ്ങിയത് മാത്രമാണ്. അപ്പോൾ നിരന്തരമായ ഒരു ചർച്ചയിലൂടെ മാത്രമേ തീർപ്പിലെത്താൻ സാധിക്കൂ. ഇന്ന് രാത്രിക്കകം ഒരു കരാറിൽ എത്തുമെന്നൊരു പ്രതീക്ഷയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പറയുന്നത് ഒരുപക്ഷെ ഇന്ന് രാത്രി അതല്ലെങ്കിൽ നാളെ കൂടി ഈ ചർച്ച തുടരേണ്ടി വരുമെന്നൊരു സൂചന പാകിസ്ഥാൻ നൽകുന്നുണ്ട്. അപ്പോൾ അനിശ്ചിതത്വത്തിന്റെ ഉള്ളിലാണെങ്കിൽ പോലും ഈ പ്രതീക്ഷക്കും അതോടൊപ്പം തന്നെ പ്രതികൂലതകൾക്കും ഇടയിലാണ് ഈ ചർച്ച ഇപ്പോൾ ഇസ്ലാമാബാദിൽ മുന്നോട്ട് പോകുന്നത്. മഹേഷ്, ഓക്കെ, MCA, ഈ ചർച്ച പോസിറ്റീവായാൽ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം എങ്ങനെയാകും? എനിക്ക് അടുത്തൊരു ചോദ്യമുണ്ട്. ഈ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിലവിലെ സാഹചര്യം എന്നുകൂടിയുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും MCA എങ്ങനെയാണ് അതിനെ കാണുന്നത്?
മഹേഷ്, ഇത് ഏറ്റവും നിർണായകമാണ് ഈ ഒരു ഘട്ടം എന്നത്. കാരണം ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ഈ ചർച്ചയിൽ ഒരു തീർപ്പിലേക്ക് എത്തുക എന്നത് വളരെ പ്രധാനമാണ്. അതല്ല എങ്കിൽ ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്ന തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഇവിടെ സജ്ജമാണ്, അതോടൊപ്പം തന്നെ ആയുധങ്ങൾ സജ്ജമാണ്, പോർവിമാനങ്ങൾ സജ്ജമാണ്, അതുകൊണ്ട് ആക്രമണം പുനരാരംഭിക്കുക എന്നതല്ലാതെ തന്റെ മുമ്പിൽ മറ്റൊരു മാർഗം ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരിക, എന്നിട്ട് ആ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു പ്രഹസനം രൂപപ്പെടുത്തുക, ആ ചർച്ചയുടെ മറവിൽ തന്നെ ആക്രമണം പുനരാരംഭിക്കുക, ഇത് ഇനിയും മുന്നോട്ട് പോകാനാവില്ല. ഒന്നുകിൽ യുദ്ധം, അതല്ലെങ്കിൽ സമാധാനം. ഇതിനിടയിലുള്ള നേർത്തൊരു അതിർവരമ്പിലൂടെ ദീർഘകാലം ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന വളരെ ഉറച്ചൊരു നിലപാട് തന്നെയാണ് ഇറാനും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകേണ്ടതും ഈ ചർച്ചയിലൂടെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിവിധിയിലെത്തേണ്ടതും അമേരിക്കയുടെയും ഇറാന്റെയും മാത്രം ആവശ്യമല്ല, ഈ മേഖലയുടെയും ലോകത്തിന്റെയും താല്പര്യമാണ്. കാരണം 39 ദിവസത്തെ യുദ്ധത്തിന്റെ കെടുതികൾ, ആ കെടുതികൾ ഇപ്പോൾ പോലും ആഗോള വിപണിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തും വികസന രംഗത്തും ഒക്കെ ആ മുരടിപ്പ് നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നിട്ടപ്പോൾ 2-3 ദിവസമായിട്ട് ഗൾഫ് മേഖലയിൽ വളരെ സമാധാനം നിലനിൽക്കുന്നുണ്ട്. കുവൈത്ത് ഒഴികെ മറ്റൊരു രാജ്യങ്ങൾക്ക് നേരെയും ഒരാക്രമണവും ഉണ്ടായിട്ടില്ല. കുവൈത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം പോലും തങ്ങളല്ലാതെ നടത്തിയത് എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഈ സമാധാനപരമായ അന്തരീക്ഷം മുന്നോട്ട് പോകണമെന്ന് ഒന്നാകെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ലോക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ കടുത്ത തീരുമാനങ്ങൾ ഈ 2 രാജ്യങ്ങളും കൈക്കൊള്ളേണ്ടി വരും. കാരണം 15-ന് ഉപാധി ഒരു ഭാഗത്ത്, 10-ന് ഉപാധി ഇപ്പുറത്ത്. അതിൽ രണ്ടിലും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഈ 2 രാജ്യങ്ങളും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ആ വിട്ടുവീഴ്ചകൾ എത്ര കണ്ട് ഈ രാജ്യങ്ങൾ തയ്യാറാകും എന്നതിനെ മാത്രം ആശ്രയിച്ചു നിൽക്കുകയായിരിക്കും ഒരു വെടിനിർത്തൽ കരാറിലേക്ക്, സമ്പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൂടി അതോട് മാത്രമായിരിക്കും ലഭിക്കുക. എന്തായാലും വരും മണിക്കൂറുകൾ എന്നത് ലോകത്തോടൊപ്പം തന്നെയും ഏറ്റവും നിർണായകമായ ഒരു മണിക്കൂറുകൾ തന്നെയായി മാറുകയാണ്.